നമ്മൾ മലയാളികൾക്ക് പ്രിയപ്പെട്ട നടൻ കുഞ്ചാക്കോ ബോബൻ 2015 മുതൽ 2025 വരെ ഏതൊക്കെ സിനിമകളിലാണ് അഭിനയിച്ചതെന്നും ആ സിനിമകളിൽ എത്രയെണ്ണം പൊട്ടിപ്പൊളിഞ്ഞ് നിർമ്മാതാക്കളെ കുത്തുവാളെടുപ്പിച്ചെന്നും ഏതൊക്കെ സിനിമകൾ ബോക്സ് ഓഫീസിൽ വിജയിച്ചെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾ കേൾക്കാത്ത കാണാത്ത പല സിനിമകളും ഉണ്ടാകും. അവ നിങ്ങൾക്ക് റെഫർ ചെയ്ത് വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സന്തോഷ് വിശ്വനാഥന്റെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചിറകൊടിഞ്ഞ കിനാവുകൾ. അഴകിയ രാവണൻ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ശ്രീനിവാസനെ അവതരിപ്പിച്ച NP അംബുജാക്ഷൻ എന്ന കഥാപാത്രത്തിന്റെ എക്സ്റ്റൻഡഡ് വേർഷനായിരുന്നു ഈ സിനിമ. ശ്രീനിവാസൻ, കുഞ്ചാക്കോ ബോബൻ, റിമ കലിങ്കൽ, ജോയ് മാത്യു, ശ്രിന്ദ തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ നിർമ്മിച്ചിരുന്നത് ലിസ്റ്റിൻ ഷീഫറായിരുന്നു. ബോക്സ് ഓഫീസിൽ വെറും ആവറേജ് വിജയം മാത്രമാണ് ഈ സിനിമ നേടിയത്. അടുത്തത് സുഗീതിന്റെ സംവിധാനത്തിൽ അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ മധുര നാരങ്ങ എന്ന ചിത്രമായിരുന്നു. റൊമാൻറ്റിക് ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം ബിജു മേനോൻ, നീരജ് മാധവ്, പാർവതി രതീഷ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പ്രവാസികളുടെ ജീവിതം പറഞ്ഞ ഈ സിനിമ പൂർണ്ണമായും വിദേശത്ത് വെച്ച് ഷൂട്ട് ചെയ്തതായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്തത് തോമസ് അബാഷിന്റെ സംവിധാനത്തിൽ ഇതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ജമുന പ്യാരി എന്ന ചിത്രമായിരുന്നു. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം ഗായത്രി സുരേഷ്, രഞ്ജി പണിക്കർ, സിജോയ് വർഗീസ്, അജു വർഗീസ്, നീരജ് മാധവ്, സുരാജ് വഞ്ഞാറമൂട് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വാസൂട്ടൻ എന്ന യുവാവിന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ ആസ്പദമാക്കിയായിരുന്നു ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോയിരുന്നത്. പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. അടുത്തത് അനിൽ രാധാകൃഷ്ണ മേനോന്റെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി എന്ന ചിത്രമായിരുന്നു. ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ഭരത്, സണ്ണി വേന്, റീനു മാത്യൂസ്, നെടുമുടി വേണു, ചമ്പൻ വിനോദ് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഫിലിപ്പോസ് ജോൺ വർക്കി എന്ന നാച്ചുറൽ എന്തൂസിയാസ്റ്റിന്റെ ജീവിതത്തിൽ നടന്ന സംഭവ വികാസങ്ങളായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഒരു ആവറേജ് കളക്ഷൻ മാത്രമാണ് നേടിയത്. അടുത്തത് രഘുരാമ വർമ്മയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാജമ്മാറ്റ് യാഹു എന്ന ചിത്രമായിരുന്നു. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം ആസിഫ് അലി, രഞ്ജി പണിക്കർ, നിക്കി ഗൽറാണി, അനുശ്രീ, കലാഭവൻ, ഷാജോൺ, മാമുകോയ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മിക്കായൽ രാജമ്മ, അതുപോലെ വിഷ്ണു യോഹൻ എന്നീ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ നടന്ന സംഭവ വികാസങ്ങളെ ആസ്പദമാക്കിയായിരുന്നു ഈ ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. അടുത്തത് ഡോക്ടർ ബിജുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വലിയ ചിറകുള്ള പക്ഷികൾ എന്ന ചിത്രമായിരുന്നു. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, നെടുമുടി വേണു, സുരാജ് വഞ്ഞാറമൂട്, സലീം കുമാർ, പ്രകാശ് ബാരെ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കാസർഗോഡിലെ ഒരു ഗ്രാമത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ഇത്. പക്ഷേ നല്ല ചിത്രമായിരുന്നെങ്കിലും പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിലൊരു ബോംബായി മാറുകയായിരുന്നു. അടുത്തത് രാജേഷ് പിള്ളയുടെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ വേട്ട എന്ന ചിത്രമായിരുന്നു. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ, മഞ്ജു വാര്യർ, സന്ധ്യ, ദീപക് പരമ്പോൾ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മെൽവിൻ ഫിലിപ്പ് എന്ന യുവാവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ത്രില്ലടിപ്പിക്കുന്ന ചില സംഭവങ്ങളെയാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 6.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ ഒരു ആവറേജ് വിജയം നേടിയിട്ടുണ്ട്. അടുത്തത് 2016 തന്നെ പുറത്തിറങ്ങിയ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന ചിത്രമായിരുന്നു. ഋഷി ശിവകുമാർ എന്നായിരുന്നു ഈ സിനിമ ഈ രൂപത്തിലേക്ക് സംവിധാനം ചെയ്തു വെച്ച സംവിധായകന്റെ പേര്. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ഷാമിലി, രഞ്ജി പണിക്കർ, മനോജ് കെ ജയൻ, സൈജു കുറുപ്പ്, ശ്രീജിത്ത് രവി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും ഈ സിനിമയ്ക്ക് വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ അമ്പേ പരാജയമായി മാറുകയായിരുന്നു. അടുത്തത് ഇതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ഷാജഹാനും പരീക്കുട്ടിയും എന്ന ചിത്രമായിരുന്നു. ബോബൻ സാമുലായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം ജയസൂര്യ, അമല പോള്, അജു വർഗീസ്, ലെന, സുരാജ് വഞ്ഞാറമൂട്, നാദർഷയൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തത് റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ സ്കൂൾ ബസ് എന്ന ചിത്രമായിരുന്നു. ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം ജയസൂര്യ, അപർണ ഗോപിനാഥ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. SI ഗോപകുമാർ, ജോസഫ് എന്നിവർക്കിടയിൽ നടക്കുന്ന സംഭവങ്ങളിലൂടെയായിരുന്നു ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ കഷ്ടി ഒരു ആവറേജ് വിജയം നേടിയിരുന്നു. അടുത്തത് സിദ്ധാർത്ഥ് ശിവയുടെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ കൊച്ചോ പാലോ അയ്യപ്പ കൊയിലോ എന്ന ചിത്രമായിരുന്നു. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, അനുശ്രീ, രുദ്രാക്ഷ് സുധീഷ്, അതായത് നമ്മുടെ നടൻ സുധീഷിന്റെ മകൻ, സുരാജ് വഞ്ഞാറമൂട്, നെടുമുടി വേണു, KPSC ലളിത തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ തന്നെയായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ്
ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അജയ് കുമാർ, അയ്യപ്പദാസ് എന്നീ രണ്ടുപേരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ബോംബായി മാറി. അടുത്തത് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ 2017 പുറത്തിറങ്ങിയ ടേക്ക് ഓഫ് എന്ന ചിത്രമായിരുന്നു. സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം പാർവതി തിരുബോത്ത്, ഫഹദ് ഫാസിൽ, ദിവ്യ പ്രഭ, പ്രകാശ് ബെൽവാടി തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ നേഴ്സുമാരുടെ കഥയായിരുന്നു ചിത്രം പറഞ്ഞിരുന്നത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത ഈ സിനിമ പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് നേടിയത്. ഏകദേശം ബോക്സ് ഓഫീസിൽ നിന്നും 25 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അടുത്തത് രഞ്ജിത്ത് ശങ്കറിന്റെ സംവിധാനത്തിൽ ഇതേ വർഷം തന്നെ പുറത്തിറങ്ങിയ രാമന്റെ ഏദൻ തോട്ടം എന്ന ചിത്രമായിരുന്നു. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം അനു സിതാര, ജോജു ജോർജ്, രമേശ് പിഷാരടി, മുത്തുമണിയൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. അടുത്തത് സിദ്ധാർത്ഥ് ഭരതന്റെ സംവിധാനത്തിൽ 2017 തന്നെ പുറത്തിറങ്ങിയ വർണ്ണ്യത്തിൽ ആശങ്ക എന്ന ചിത്രമായിരുന്നു. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം സുരാജ് വഞ്ഞാറമൂട്, ചമ്പൻ വിനോദ്, ഷൈൻ ടോം ചാക്കോ, മണികണ്ഠ ആചാര്യ, രചന നാരായണൻകുട്ടിയൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. കൗട്ട് ശിവയുടെയും ദയാനന്ദനന്റെയും ജീവിതത്തിൽ നടന്ന സംഭവ വികാസങ്ങളിലൂടെയായിരുന്നു ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്തത് അനിൽ രാധാകൃഷ്ണ മേനോന്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ ദിവാഞ്ചി മൂല ഗ്രാൻഡ് പിക്സ് എന്ന ചിത്രമായിരുന്നു. സ്പോർട്സ് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം നൈല ഉഷ, സിദ്ദിഖ്, വിനായകൻ, നെടുമുടി വേണു, നിർമ്മൽ പാലാഴി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. പ്രേക്ഷകരിൽ നിന്നും മോശം പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തത് സുഗീതിന്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ ശിക്കാരി ശംഭു എന്ന ചിത്രമായിരുന്നു. കോമഡി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ശിവദ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഹരീഷ് കനാരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പീലിയുടെയും അച്ചുവിൻ്റെയും ഷാജിയുടെയും ജീവിതത്തിൽ നടന്ന ത്രില്ലടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയായിരുന്നു ഈ സിനിമയുടെ കഥ രസകരമായി മുന്നോട്ട് പോയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 23 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്ത സിനിമയുടെ പേര് കുട്ടനാടൻ മാർപ്പാപ്പ. ശ്രീജിത്ത് വിജയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ധർമ്മജൻ ബുൾഗാട്ടി, സുരഭി സന്തോഷ്, അതിഥി രവിയൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. ജോൺ പോൾ എന്ന യുവാവിൻ്റെ ജീവിതത്തിലൂടെ നടക്കുന്ന കഥയായിരുന്നു ഈ സിനിമയുടേത്. സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം നേടിയിട്ടുണ്ട്. അടുത്തത് രമേശ് പിഷാരടിയുടെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ പഞ്ചവർണ്ണ തത്ത എന്ന ചിത്രമായിരുന്നു. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ജയറാം ആയിരുന്നു നായകൻ. കുഞ്ചാക്കോ ബോബൻ, അനുശ്രീ, അശോകൻ, മണിയൻ പിള്ളരാജു, ജോജു ജോർജ്, ധർമ്മജൻ ബോർഗാട്ടി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. MLA കലേഷ് എന്ന കഥാപാത്രത്തെയാണ് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ കൈകാര്യം ചെയ്തത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമയുടെ കോമഡികളൊക്കെ വർക്കായി. ബോക്സ് ഓഫീസിൽ നിന്നും ഒരു സൂപ്പർ ഹിറ്റ് വിജയം നേടി ഈ ചിത്രം. അടുത്ത സിനിമയുടെ പേര് മാംഗല്യം തന്തുനാനേന. സൗമ്യ സദാനന്ദനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. സറ്റർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം നിമിഷ സജയൻ, ഹരീഷ് പെരുമണ്ണ, ശാന്തി കൃഷ്ണ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ബോംബായി മാറി. അടുത്തത് ജി മാർത്താണ്ഡന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജോണി ജോണി യെസ് പപ്പ എന്ന ചിത്രമായിരുന്നു. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം സനൂപ് സന്തോഷ്, അനു സിതാര, മമത മോഹൻദാസ്, ടിനി ടോം തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ വീണ്ടും ബോംബായി. അടുത്ത സിനിമയുടെ പേര് തട്ടിൻപുറത്ത് അച്യുതൻ. ലാൽ ജോസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം ശ്രാവണ TN, കലാഭവൻ ഷാജോൺ, മാസ്റ്റർ ആദിർഷ്, ഹരീഷ് കണാരനൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. അച്യുതൻ്റെ ജീവിതത്തിലൂടെ കഥ മുന്നോട്ട് പോയ ഈ ചിത്രത്തിനും പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായി. അങ്ങനെ നിരത്തി 3 സിനിമയും കുഞ്ചാക്കോ ബോബൻ്റേത് പരാജയമായി. അങ്ങനെ 2018 കുഞ്ചാക്കോ ബോബൻ 3 ബോംബ് നിരത്തി പൊട്ടിച്ചു. അടുത്തത് 2019 ബിലാഹരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അള്ള് രാമേന്ദ്രൻ എന്ന ചിത്രമായിരുന്നു. കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം കൃഷ്ണ ശങ്കർ, ചാന്ദിനി ശ്രീധരന്, അപർണ ബാലമുരളി, ധർമ്മജൻ ബോർഗാട്ടി, ഹരീഷ് കണാരൻ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. CPO രാമചന്ദ്രന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ബിലോ ആവറേജ് ആയിരുന്നു. കണ്ണും പൂട്ടി പറഞ്ഞ സിനിമ ഫ്ലോപ്പായിരുന്നു.
അടുത്തത് ഇതേ വർഷം തന്നെ പുറത്തിറങ്ങിയ വൈറസ് എന്ന ചിത്രമായിരുന്നു. ആഷിക ബോയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. മെഡിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ, ടൊവിനോ തോമസ്, പാർവതി തിരുവോത്ത്, ആസിഫ് അലി, രേവതി, പൂർണിമ ഇന്ദ്രജിത്ത്, റഹ്മാൻ തുടങ്ങി വലിയ താരനിരയുണ്ടായിരുന്നു. നമ്മുടെ കോഴിക്കോടുണ്ടായ നിപ്പ ഔട്ട് ബ്രേക്കിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോയിരുന്നത്. അന്ന് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ ഉൾപ്പെടുത്തിയ ഈ സിനിമ പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത്. സിനിമയ്ക്ക് നല്ല പ്രതികരണമായിരുന്നു ബോക്സ് ഓഫീസിൽ നിന്നും ലഭിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായി മാറിയിരുന്നു. അടുത്തത് 2020 കുഞ്ചാക്കോ ബോബന്റെ ഒരേ ഒരു ചിത്രം മാത്രമാണ് പുറത്തിറങ്ങിയത്. മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിലെത്തിയ അഞ്ചാം പാതിരയായിരുന്നു ഇത്. ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ജിനു ജോസഫ്, ഉണ്ണിമായ, ഷറഫുദ്ദീനൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഡോക്ടർ അൻവർ ഹുസൈൻ നടത്തുന്ന അന്വേഷണങ്ങളിലൂടെയാണ് ത്രില്ലടിപ്പിച്ച് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു ഈ അഞ്ചാം പാതിര എന്ന ചിത്രം. അടുത്തത് ജീസ് ജോയിയുടെ സംവിധാനത്തിൽ 2021 പുറത്തിറങ്ങിയ മോഹൻകുമാർ ഫാൻസ് എന്ന ചിത്രമായിരുന്നു. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം സിദ്ദിഖ്, അനാർക്കലി നസീർ, മുകേഷ്, ശ്രീനിവാസൻ, വിനയ് ഫോർട്ട്, സൈജു കുറുപ്പൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം നേടിയിട്ടുണ്ട്. അടുത്തത് മാർട്ടിൻ പ്രക്കാട്ടിന്റെ സംവിധാനത്തിൽ 2021 പുറത്തിറങ്ങിയ നായാട്ട് എന്ന ചിത്രമായിരുന്നു. ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ജോജു ജോർജ്, നിമിഷ സജയൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. CPO പ്രവീൺ, ASI മണിയൻ, WCPO സുനിത എന്നീ 3 പോലീസുകാരുടെ ജീവിതത്തിൽ നടക്കുന്ന ത്രില്ലർ സംഭവങ്ങളിലൂടെയായിരുന്നു ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോയത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ചിത്രത്തിന് ലഭിച്ചതെങ്കിലും ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. അടുത്തത് അപ്പു എൻ ഭട്ടാതിരിയുടെ സംവിധാനത്തിൽ 2021 പുറത്തിറങ്ങിയ നിഴൽ എന്ന ചിത്രമായിരുന്നു. മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം നയൻതാര കൂടി ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ദിവ്യ പ്രഭ, ലാല്, റോണി ഡേവിഡ്, പ്രശാന്ത് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ജോൺ ബേബി എന്ന മജിസ്ട്രേറ്റിന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയായിരുന്നു ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോയത്. പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ദുരന്തമായി മാറുകയായിരുന്നു. അടുത്ത സിനിമ 2021 അഷ്റഫ് ഹംസയുടെ സംവിധാനത്തിലെത്തിയ ഭീമന്റെ വഴി എന്ന ചിത്രമായിരുന്നു. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം ജിനു ജോസഫ്, ചെമ്പൻ വിനോദ്, ദിവ്യൻ നായർ, നസീർ ശങ്കരാന്തി തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തമായിരുന്നു. അടുത്തത് കമാൽ KMന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ പട എന്ന ചിത്രമായിരുന്നു. പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം ജോജു ജോർജ്, വിനായകൻ, ദിലീഷ് പോത്തൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 4 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയമായിരുന്നു. അടുത്തത് 2022 രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എന്നാ താൻ കേസ് കൊടു എന്ന ചിത്രമായിരുന്നു. പൊളിറ്റിക്കൽ സറ്റയർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം ഗായത്രി ശങ്കർ, രജീഷ് മാധവൻ, PP കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കോഴിമൽ രാജീവൻ എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് ഈ ചിത്രത്തിൻ്റെ കഥ മുന്നോട്ട് പോയത്. ഏകദേശം 9 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്തത് ഫെലിൻ TPയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒറ്റ എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം അരവിന്ദ് സ്വാമി, ജാക്കി ഷറഫ്, ഈഷ റബ്ബ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ പക്ഷേ വിജയിക്കാൻ സാധിച്ചില്ല. അടുത്തത് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ അറിയിപ്പ് എന്ന ചിത്രമായിരുന്നു. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ദിവ്യ പ്രഭ, ദാനിഷ് ഹുസൈൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെയായിരുന്നു വേൾഡ് റിലീസ് ചെയ്തിരുന്നത്. മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. അടുത്തത് അജയ് വാസുദേവന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ പകലും പാതിരാവും എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനും രജിഷ വിജയനും ഗുരു സോമസുന്ദരവുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. അടുത്തത് ഗോഡ്ഫി സേവ്യർ ബാബുവിൻ്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ എന്താടാ സജി എന്ന ചിത്രമായിരുന്നു. ഫാൻറ്റസി കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിവേദിത തോമസും കുഞ്ചാക്കോ ബോബനും ജയസൂര്യയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായിരുന്നു.
അടുത്തത് ജൂഡ് ആന്റണി ജോസഫിൻ്റെ സംവിധാനത്തിൽ 2023 പുറത്തിറങ്ങിയ 2018 എന്ന ചിത്രമായിരുന്നു. സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ തോമസ്, ആസിഫ് അലി, വിനീത് ശ്രീനിവാസൻ, അപർണ ബാലമുരളി, തൻവീറാം, ലാൽ, നരേൻ, ഇന്ദ്രൻസ്, അജു വർഗീസ്, സുധീഷ് സിദ്ദീഖ് തുടങ്ങി വലിയ താരനിരയുണ്ടായിരുന്നു. 2018 നമ്മൾ മലയാളികൾ അനുഭവിച്ച വെള്ളപ്പൊക്കത്തിൻ്റെ ദുരന്തമുഖം യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയെടുത്ത ചിത്രമായിരുന്നു ഇത്. അന്ന് നമ്മൾ അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ചിത്രത്തിൽ വളരെ വ്യക്തമായി കാണിച്ചിരുന്നു. പ്രേക്ഷകരിൽ നിന്നും നല്ല പ്രതികരണമായിരുന്നു, നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. വമ്പൻ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 177 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഓൾ ടൈം സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്തത് സീന ഹെഗ്ഡെയുടെ സംവിധാനത്തിൽ 2023 പുറത്തിറങ്ങിയ പത്മിനി എന്ന ചിത്രമായിരുന്നു. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം അപർണ ബാലമുരളി, മഡോണ സബാഷ്യൻ, വിൻഷി അലോഷ്യസ് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തത് ടിനു പാപ്പച്ചൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചാവേർ എന്ന ചിത്രമായിരുന്നു. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, അർജുൻ അശോകൻ, ആന്റണി വർഗീസ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. പക്ഷേ ഈ സിനിമ ബോക്സ് ഓഫീസിലൊരു ബോംബായിരുന്നു. അടുത്തത് ജയ് കെയുടെ സംവിധാനത്തിൽ 2024 പുറത്തിറങ്ങിയ ഗിർ എന്ന ചിത്രമായിരുന്നു. സർവൈവൽ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം സുരാജ് വെഞ്ഞാറമൂട്, ശ്രുതി രാമചന്ദ്രൻ, അനഘ, രാജേഷ് മാധവൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഒരു മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ലഭിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തത് അമൽ നീരദിൻ്റെ സംവിധാനത്തിൽ 2024 പുറത്തിറങ്ങിയ ബൊഗൈൻവില്ല എന്ന ചിത്രമായിരുന്നു. സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം ജ്യോതിർമഴി, ഫഹദ് ഫാസിൽ, ശൃന്ദ, ഷറഫുദ്ദീൻ, വീണ നന്ദകുമാർ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 20 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 36 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി വിജയം നേടിയിരുന്നു. അടുത്തത് ജിത്തു അഷ്റഫിൻ്റെ സംവിധാനത്തിൽ 2025 ഫെബ്രുവരി 20 പുറത്തിറങ്ങി തിയേറ്ററുകളിൽ ഇപ്പോഴും പ്രദർശനം തുടരുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രമാണ്. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, ജഗദീഷ്, വൈശാഖ് നായർ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. CI ഹരിശങ്കർ എന്ന കഥാപാത്രത്തെയാണ് കുഞ്ചാക്കോ ബോബൻ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ത്രില്ലർ സിനിമയിൽ ഇപ്പോഴും നല്ല കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 12 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഇതിനോടകം 25 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. 5 ദിവസം കൊണ്ടാണ് 25 കോടി കളക്ഷൻ നേടിയത്. ഇപ്പോഴും നല്ല പ്രതികരണം നേടി മുന്നേറുകയാണ്. വമ്പൻ കളക്ഷൻ നേടുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകരും ആരാധകരും. ഇത്രയും സിനിമകളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒട്ടും തന്നെ ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത മലയാളത്തിലെ ഒരു നടൻ കൂടിയാണ് കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബൻ്റെ കരിയറിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രവും സിനിമയും ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.